ശ്രദ്ധിക്കേണ്ടവരുടെ പക്കലൊക്കെ കാര്യം മറ്റേതല്ലല്ലോ അല്ല അത് ശ്രദ്ധിക്കേണ്ടവരുടെ പക്കലൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് മറ്റേതല്ലല്ലോ അല്ല ഓ വോയിസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാ തലങ്ങളിൽ നിന്നും നല്ല പ്രോത്സാഹനവും നിറഞ്ഞ സ്നേഹവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നോടൊപ്പം ഈ പ്രചരണ പരിപാടിയിൽ കവർ ചെയ്യാൻ വേണ്ടി വന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നേരിട്ട് കണ്ടതുമാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് വടകരയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇരട്ടിച്ചത്. ഇവിടെ രാഷ്ട്രീയ കാരണങ്ങൾ ഞങ്ങൾ പരാജയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്കെതിരെയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്നേഹം കൂടിയാവുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘടകങ്ങളും അനുകൂലമായ ഒരു ക്യാമ്പയിനാണ് അവസാനിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ. വടകരയിലെ ജനങ്ങൾ നൽകിയ ഈ സ്നേഹം, വാക്കിൽ ഒതുക്കാൻ കഴിയാത്ത സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞാൽ മതിയാവാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഒരവസരം കിട്ടിയാൽ പ്രവൃത്തിയിലൂടെ നേരിട്ട് ചെയ്യാടിനു വേണ്ടി കഠിനാധ്വാനം അല്ലാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടും അതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ മാപ്പ് പറയാത്തത്. എനിക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലെൻ്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു. ഞാൻ സത്യസന്ധമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ തുടക്കത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു. ഞാനൊരു പത്രസമ്മേളനത്തിലെ പ്രസ് കോൺഫറൻസിൽ അനുകൂലമായ മറുപടികൾ പറയുന്നതിന്റെ പട്ടികയിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നതുമല്ല. ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, ഞാനത് ചെയ്യിപ്പിക്കുകയില്ല. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ കാണാം, എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഒരു വോട്ട് പോലും എനിക്ക് അത് അധികം ഫെച്ച് ചെയ്യില്ല. നേരെ മറിച്ച് അത് മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ അതായിരിക്കും കുറച്ചും കൂടെ എനിക്കും ഗുണം. അപ്പൊ എനിക്ക് ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഒരു പൊതുപ്രവർത്തനം എന്ന ലേവലിലും ഒരു തരത്തിലും എനിക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തെ ഞാൻ അറിഞ്ഞ് ചെയ്യും, ഞാൻ അറിഞ്ഞ് ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. എനിക്ക് എൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നൊക്കെ ഇവിടെ ആരൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു. എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ഒരു കാര്യമെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാവുന്ന ഒരു കാര്യം, ഞാൻ ആക്ഷേപ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ നടന്ന ഒരാളല്ല. ഞാൻ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളല്ല. ഞാൻ ഒരാളുടെ തേജോവധം ചെയ്ത പദവികളിലേക്കും അധികാരങ്ങളിലേക്കും നടന്നെടുത്തതിൻ്റെ ഹിസ്റ്ററിയും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാത്തൊരു കുറ്റത്തിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ചെയ്ത ഒരാളെയും പ്രോത്സാഹിപ്പിക്കാനോ സംരക്ഷിക്കാനോ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാനോ അതിനും ഞാനില്ല. അടുത്തത്, ഇപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരിടേണ്ടി വന്നിരുന്ന ആക്ഷേപങ്ങൾ, ഞാൻ ഇതിന് ഒരുപാട് മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സിംഗിൾ ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യും. ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കേട്ടു. ഇല്ലാത്തൊരു വീഡിയോയെ സംബന്ധിച്ച് അത് സൃഷ്ടിച്ചെന്ന പേരിൽ, അതിനൊരു സംഘമുണ്ടെന്നുള്ള പേരിലൊക്കെ വലിയ ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിലും വേട്ടയാടലുകൾ ചില മാധ്യമങ്ങളിലും ചർച്ചകളും ചില ബുദ്ധിജീവികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു ആ ആൾ പറഞ്ഞതല്ല ശരി, പാർട്ടി പറയുന്നതാണ് ശരി, അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അവർക്കിടയിൽ പോലും ധാരണയെത്താത്ത, ഉള്ളതാണോ ഇല്ലേ എന്നുള്ളത് അവർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ എന്നെ വേട്ടയാടിയതിന് ആർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? എന്നെ അതിന്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? എൻ്റെ പേരിൽ അത്രയും വാർത്തകളും അത്ര നവമാധ്യമ പോസ്റ്റുകളും കുത്തി നിറച്ചതിന്റെ പേരിൽ ആരെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ എവിടെയാണ് എതിർ സ്ഥാനാർത്ഥിയെ, ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതും റെസ്പെക്റ്റഡ് ഒപ്പണ്ടഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിശേഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? ഇനി കോവിഡിന്റെ അഴിമതിയെക്കുറിച്ച് അത്തരം ഒരു ആരോപണത്തിന്റെ നിഴലെങ്കിലും ഞാൻ അല്ലെങ്കിൽ UDFന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് എതിരായിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇവിടെ നേരിടേണ്ടി വരുമായിരുന്ന തേജോവധം, ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഉയരുമായിരുന്ന പോസ്റ്ററുകൾ, ഇവിടുത്തെ കവലകളിൽ ഉണ്ടാകുമായിരുന്ന ചോരെഴുത്തുകൾ, വിശേഷണങ്ങൾ, അതൊക്കെ എന്താവുമായിരുന്നു? ഞങ്ങൾ അതിലും ജനാധിപത്യ മാർഗവും നിയമമാർഗമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ തീർത്തു പറയുന്നു, വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ഒരാളല്ല ഞാൻ.
ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. ഞാനത് സംബന്ധിച്ചിടത്തോളം ചെയ്യേ ഒരു അവസരം കിട്ടുമ്പോൾ പരമാവധി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പൊ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തലശ്ശേരിയിലെ മീറ്റ് പ്രശ്നം ഞാൻ ഇവിടുത്തെ പല സിവിൽ സൊസൈറ്റിയിലെ പല ആളുകളുമായിട്ട് പലതരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അപ്പൊ അവരെല്ലാവരും എന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സാധനം തലശ്ശേരിക്ക് ഭയങ്കര ട്രഡീഷണൽ പാരമ്പര്യം ഒരു റിച്ച് ലെഗസി അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരു ഒരു സ്ഥലമാണ് തലശ്ശേരി. പഴയ കാലത്തെ പ്രതാപം തലശ്ശേരിയെ പിന്നെ ഈ മേഖലയിൽ തന്നെ ഏറ്റവും ഉന്നതമായി പരിഹരിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെ മാച്ച് ചെയ്യാവുന്ന സംവിധാനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി. ചില പഠനങ്ങൾ ഇപ്പം നടത്തിയതിൽ വളരാൻ സാധ്യതയുള്ള കേരളത്തിലെ 5 മികച്ച നഗരങ്ങളിൽ ഒന്നായി തലശ്ശേരിയെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ കോർപ്പറേഷൻ എന്ന ഡിമാൻഡ് വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിലൊരു ഫൈനൽ കോൾ എടുക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ ആ കാര്യത്തെ വോയിസ് ചെയ്യാൻ അത് പിന്നെ ശ്രദ്ധിക്കേണ്ടവരുടെ പക്കലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് പിന്നെ മറ്റേതല്ലല്ലോ അല്ല വോയിസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് തലശ്ശേരി മൈസൂർ റെയിൽപാതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് വന്നാൽ അത് തലശ്ശേരിയുടെ മുഖച്ഛായയും തലശ്ശേരിയുടെ മേലുള്ള ഡിപ്പെൻഡൻസിയും ടൂറിസം ഉൾപ്പെടെയുള്ള ഒരുപാട് സാധ്യതകളെ തുറന്നു കാണിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ അതിന് ഫോളോ അപ്പ് ചെയ്യാം, എങ്ങനെ അതിന് കണ്ടിന്യൂസ് ഇപ്പൊ കർണാടകയിലെ സർക്കാർ മാറ്റം ഉൾപ്പെടെ ആ കാര്യത്തിൽ നമ്മളെ സഹായിക്കാവുന്ന ഒരു ഘടകമാണോ എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. സ്പോർട്സിന്റെ സാധ്യതകൾ ഇവിടുത്തെ ക്രിക്കറ്റും പിന്നെ സായ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനെ ലെഗസി മാത്രം നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒന്നല്ല, അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇൻ ഷോർട്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഉത്തരം ഇവിടുത്തെ ലെഗസിയും ഇവിടുത്തെ ഭാവിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമായി ഒരു ടേം മാറണം, ഒരു MP ടേം മാറണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. RCC വിസിറ്റ് ഇപ്പോഴും ഒരു അനിവാര്യതയായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ ഞങ്ങളുടെ പാലക്കാട് നിന്നൊക്കെ ഇപ്പോഴും ആളുകൾ അമൃത എക്സ്പ്രസിനെ പിന്നെ RCC എക്സ്പ്രസ് എന്ന് വിളിക്കുന്ന ആളുകൾ അത്രത്തോളം അങ്ങോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ പിന്നെ അത്രത്തോളം ആവശ്യകതയുണ്ട്. അപ്പം 2.5-3 മണിക്കൂർ കൊണ്ട് പാലക്കാട് നിന്ന് ഇവിടെ എത്താം. അപ്പോൾ RCCക്ക് സമാനമായ രീതിയിൽ ശക്തിപ്പെടുത്താൻ രണ്ട് ഗവൺമെന്റുകളും കൂടെ തീരുമാനിച്ചാൽ ശക്തിപ്പെടുത്താൻ കഴിയാവുന്ന വലിയ സാധ്യതയുള്ള അനിവാര്യമായിട്ടുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ്. ഇവിടുത്തെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഹാർബറിലും മാർക്കറ്റിലൊക്കെ പോയിരുന്നു. കര കടലെടുക്കുന്നതിന്റെ വേദന തൊട്ട് ആ മാർക്കറ്റിലും തീരദേശത്തെ ആളുകളുടെ ഒരു പിടി പ്രയാസങ്ങൾ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജനപ്രതിനിധികൾ ഓരോന്നും ഇടപെടൽ നടത്തി അവരെ കൊണ്ടാവുന്ന വിധത്തിൽ ഓരോ പരിഹാര മാർഗങ്ങൾ അതാത് കാലങ്ങളിൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസും എൻ്റെ പക്കൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ പ്രവാസികളുടെ യാത്രാ പ്രശ്നം ഉൾപ്പെടെ ഉള്ളത് ഇപ്പം ഞാനിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് എടുത്ത് വരാൻ വേണ്ടി നേരിട്ട് പോയി അഭ്യർത്ഥിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അവര് കുടുംബമൊക്കെ വരുമ്പോൾ ടിക്കറ്റിന്റെ ഫെയറും റേറ്റും അയച്ചു തന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വരണ്ടാന്ന് പറയാനാണ് നമുക്ക് തന്നെ തോന്നുന്നത്. ഇതിന്റെ ഇരട്ടി ദൂരം സഞ്ചരിക്കുന്ന സെക്ടറിലേക്കുള്ള പിന്നെ പൈസയും കാര്യങ്ങളും ഇതൊന്നും. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ശ്രീരാമസ്വാമി ക്ഷേത്രം, മറ്റേ തിരുവങ്ങാടിലെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, ഞാൻ അവിടെ പിന്നെ തിരുവങ്ങാട് അതിന്റെ അടുത്തൊരു പരിപാടിക്ക് ഞാൻ പോയിരുന്നു. ജഗന്നാഥ ക്ഷേത്രം ഞാൻ സന്ദർശിച്ചിരുന്നു. മുരളിയേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മറ്റേ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതിന്റെ ഡീറ്റെയിൽസ് വന്നു. മായി പാലത്ത് പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ അപ്പൊ അവിടെ കണ്ട കൺജഷൻ തന്നെ പുതിയ മായി പാലം എത്രത്തോളം വലിയ അനിവാര്യതയാണ് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇവിടുത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാലങ്ങളായിട്ടുള്ള പ്രപ്പോസലും അതിന് ഇടം കണ്ടെത്തിയതും സ്ഥലം കണ്ടെത്തിയതിന്റെ പ്രപ്പോസൽ. അപ്പോൾ ഒരു പിടി കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് പൊതുപ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടിയിട്ടുണ്ട്.